തഞ്ചാവൂർ വ്ലോഗ് പാർട്ട് 3 ആണ്. രാജാലി ബേർഡ്സ് പാർക്കിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ വ്ലോഗ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങിയാലോ. ഇതിനകത്ത് എന്തൊക്കെയാന്നുള്ളത് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നിങ്ങൾ തഞ്ചാവൂര് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പാർക്ക് മിസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു 50 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിനെയൊക്കെ കാണാം കേട്ടോ. മാത്രമല്ല ഇതിന്റെ കേജിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവർ നട്ട്സും സീഡ്സ് ഒക്കെ തരും കേട്ടോ. നമുക്കതൊക്കെ അവർക്ക് കൊടുക്കാം. നമ്മളിവിടെ അതിനെ തിന്നാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ അവർ വന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് എന്തായാലും ഈ പാർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. ഞാനാണെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര അധികം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇതിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ആ സീറ്റ്സ് കഴിയുന്നത് വരെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞത് ഇവരൊക്കെ ഇങ്ങനെ പറന്നു പോവും. പിന്നെ ഒരുപാട് പല ടൈപ്പിലുള്ള തത്തകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. റെഡ് കളറിൽ കാണുന്നതിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ പല വെറൈറ്റീസ് ഓഫ് ഫിഞ്ചസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഇവിടെയുള്ള പല സാധനങ്ങളും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണുന്നത്. ഇവരിങ്ങനെ കൂടിന്റെ ഉള്ളിലിട്ട് വളർത്തുന്നതിനൊന്നും ഞാൻ അത്ര സപ്പോർട്ടൊന്നും അല്ല കേട്ടോ. ചില മൃഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ ഇവരെങ്ങ് തുറന്നു വിട്ടാലോന്ന്. പക്ഷെ അതത്ര പോസിബിൾ അല്ലല്ലോ. ഇതിന്റെ ഒരു ഡാർക്ക് സൈഡ് ഈ മൃഗങ്ങളെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ ഈ ഫുഡൊക്കെ കഴിച്ച് ഇതിന്റെ ഉള്ളിൽ തന്നെ ഫുൾ ടൈം കിടക്കുവാണ്. ആദ്യം കണ്ടപ്പോൾ എന്തോ അസുഖം വന്ന് കിടക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങള് പോയത് ഇവരുടെ അടുത്തോട്ടാണ്. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ലേ മഞ്ഞ താറാവുകള്, അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞ മസാജ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവര് കൊത്തി കഴിക്കുമ്പോ നമുക്ക് ഉണ്ടാവുക. ഇതിനിടയിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കസിന്റെ അവരുടെ അടുത്തുനിന്ന് പിന്നെയും വാങ്ങി അത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം കളയാനുള്ള പരിപാടികളൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവരുടെ കേജിലോട്ട് കയറുമ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകണം കേട്ടോ. കാരണം അതുങ്ങൾക്ക് ഈ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വെറുതെ അങ്ങ് വെച്ചുകൊടുത്തപ്പോഴത്തേന് ഇതെന്റെ കയ്യിലേക്ക് വന്നു കേട്ടോ. ഇതിങ്ങനെ കൈ വന്നിരിക്കുന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സംഭവം കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇനിയുള്ള വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.